ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയും വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്തൃപാദപീഠത്തെങ്കിലേക്ക് അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം മുൻപിലും പുറകിലുമായ ചില മീറ്റിങ്ങുകൾ അല്പം തിരക്കേറിയ സാഹചര്യത്തിലുള്ളത് കൊണ്ട് ആഗ്രഹിക്കുന്നത് പോലെ സ്വാതന്ത്ര്യമായി നിൽക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി തിരുവെഴുത്തുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് 2 വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരാലോചന വേഗം നിങ്ങളുമായി പങ്കുവച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന തന്റെ ജനത്തിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ നമ്മുടെ ദൈവം സ്വർഗം ചായ്ച്ച് ഇറങ്ങി വരാതിരിക്കയില്ല. നാളെ നടത്തുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് ബന്ധിക്കുവാനുള്ള അധികാരം പ്രാർത്ഥനയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നു എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാമോ? നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവം തിരുവെഴുത്തുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ നമുക്ക് പറയുവാൻ കഴിയും. നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറി യാഗമാണ്. വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറി യാഗത്തിലൂടെ അല്ലാതെ രക്ഷയിൽ വന്നിട്ടുള്ളവരാരും ഇതിനകത്തില്ല. ഈ സംസാരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും എല്ലാം രക്ഷയിൽ വന്നത് യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിമരണത്തിലൂടെയാണ്. അപ്പോൾ തന്നെ ഒരു സത്യം ഗ്രഹിക്കണം. വചനത്തിന്റെ മജ്ഞയും മാംസവും മേധസ്സും പൂണ്ട രൂപമേതാണ് എന്ന് ബൈബിളിന്റെ വെളിച്ചത്തിൽ ചോദിച്ചാൽ അത് ക്രിസ്തുവാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം 1 പറയുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്തു. അങ്ങനെയാണെങ്കിൽ വചനത്തിന്റെ ആളത്വം പൂണ്ട വെളിപ്പാടാണ് ക്രിസ്തു. എന്നാൽ അതേ വചനത്തിന്റെ അച്ചടിമഷി പുരണ്ട വെളിപ്പാടാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ജീവന്റെ വചനം. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്ന് വരെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അതിന്ന് രാത്രി നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്താൻ കഴിവുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ജീവന്റെ വചനമായ ഈ വിശുദ്ധ തിരുവെഴുത്താണ്. അനുഭവങ്ങളിൽ ഉറയ്ക്കുന്ന ആളുകൾ അടുത്ത പ്രതികൂല അനുഭവത്തിൽ രംഗം വിടും. എന്നാൽ വചനത്തിൽ ഉറയ്ക്കുന്ന വ്യക്തികൾ ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും രക്തമൊഴിക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും അന്ത്യശ്വാസം വരെ വചനത്തിൽ നിൽക്കും. ഹൈന്ദവ നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന ഒരക്രൈസ്തവ സഹോദരനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമാധാനപൂർണമായ കുടുംബാന്തരീക്ഷം, ബാങ്ക് മാനേജരായിരുന്നു അദ്ദേഹം. കുടുംബവക കുളവും ആരാധനാമൂർത്തികളും ഒക്കെ ഉണ്ടായിരുന്ന ഇദ്ദേഹം തന്റെ ഭാര്യയുടെ ശാരീരികമായ ക്ഷീണം മനസ്സിലാക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോയി. റിസൾട്ട് വന്നു ക്യാൻസർ രോഗം. ക്യാൻസർ രോഗം 4ാം തലം കഴിഞ്ഞു. ഈ സഹോദരിയെ കീമോതെറാപ്പിക്കും റേഡിയേഷനും ഒക്കെ വിധേയമാക്കി. ശരീരം കരിക്കട്ട പോലെ കറുത്തു, തലമുടിയൊക്കെ പൊഴിഞ്ഞു. സ്നേഹിക്കുന്ന ഈ ഭർത്താവിന്റെ മനസ്സിന്റെ സമനില തെറ്റി. ഈ പ്രത്യേക സമയം
ഇദ്ദേഹം ബാങ്കിൽ എത്തുമ്പോൾ സമനില തെറ്റിയ രീതിയിലാണ് ഇടപെടുന്നത്. ഒപ്പിടേണ്ടാത്ത ഇടത്തൊക്കെ കയറി ഒപ്പിടും, ഒപ്പിടേണ്ട ഇടത്തൊന്നും ഒപ്പിടത്തില്ല. ആകപ്പാടെ കുഴഞ്ഞു മറിയുകയാണ് രംഗം. ഈ സമയം ആ ബാങ്കിൽ ജോലി ചെയ്ത അറ്റൻഡറായ ഒരു രാജു ബ്രദർ, പെന്തക്കോസുകാരനാണ്. അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഞങ്ങളുടെ വീടിന്റെ അടുക്കൽ ഒരു പ്രാർത്ഥന ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ സഹോദരന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് യോഗത്തിന് പോകാൻ, ഞങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കർത്താവ് അവളെ സൗഖ്യമാക്കും. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നയാളാണ് ഈ ബാങ്ക് മാനേജർ. ഗതികേടിന്റെ ഒറ്റത്തടിപ്പാലത്തെ കയറുമ്പോൾ തട്ടിപ്പും പരീക്ഷിച്ച് നോക്കാൻ ആരും തയ്യാറാകുമല്ലോ. തട്ടിപ്പായാലും വേണ്ടുകയില്ല, വൈകിട്ടൊന്ന് പരീക്ഷിക്കാമെന്ന് മറ്റൊരു ഭാര്യയുമായിട്ട് രാത്രി യോഗത്തിന് പോകും. യോഗത്തിൽ ഈ ശബ്ദകോലാഹലങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത മട്ടിൽ ഇദ്ദേഹവും ഭാര്യയും പുറകിലത്തെ ഭാഗത്ത് കുനിഞ്ഞിരിക്കുമ്പോ ഭാര്യയും ആത്മനിയോഗത്തോടുകൂടെ നടന്നങ്ങോട്ട് ചെന്ന് തലയിലോട്ട് കൈവച്ച് ഒരു പ്രവചനം ഈ ദൈവദാസൻ പ്രവചിച്ചു. നിന്റെ ശരീരത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗബന്ധനത്തെ അഴിച്ചുമാറ്റാൻ എന്നിൽ നിന്ന് ശക്തി പ്രവഹിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ പ്രിയപ്പെട്ടവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇലക്ട്രിക് ഷോക്ക് വ്യാപരിക്കുന്നത് പോലെ ഈ സഹോദരിയുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. അവൾ സമ്പൂർണമായി സൗഖ്യം പ്രാപിച്ചു. അടുത്ത ദിവസം റിപ്പോർട്ട് വന്നു, അവൾക്ക് ക്യാൻസർ രോഗമില്ല. ഞാൻ പറയാം, അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഉറപ്പായി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ കുടുംബം വിശ്വാസത്തിൽ വന്നു. വിശേഷിച്ച് കുടുംബവക കുളവും ആരാധനാ പ്രകൃതികളുമൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. ശക്തമായ എതിർപ്പുണ്ടായി. എങ്കിലും ആ കുടുംബം പിടിച്ചു നിന്നു. ഈ സഹോദരി രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞ് LKG പഠിക്കുന്ന സമയം ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അമ്മ വഴിവക്കിൽ കാത്തു നിൽക്കുക. സ്കൂൾ ബസ് വന്ന് നിർത്തി. കുഞ്ഞിറങ്ങി അമ്മയുടെ അടുക്കിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് ഓടി അടുക്കുമ്പോ അമ്മയുടെ കൺമുൻപിൽ വെച്ച് ഒരു വണ്ടി, അംബാസഡർ കാർ വളവ് തിരിഞ്ഞു വന്ന് ഈ കുഞ്ഞിനെ ഇടിച്ചു തെറിപ്പിച്ചു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ കുഞ്ഞിന്റെ ബോഡിയുടെ മുകളിൽ കൂടെ വീണ്ടും വണ്ടി കയറി ഇറങ്ങി. സമനില വിട്ട് ഒരു ഭ്രാന്തിയെ പോലെ അവൾ അലറി. ചുരുക്കി പറയാൻ, പോസ്റ്റ്മോർട്ടം ശവമടക്കമൊക്കെ കഴിഞ്ഞു. ആളുകൾ പറഞ്ഞു, കുലദൈവങ്ങളെ സേവിച്ചവർ വിട്ടുപോയത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണിത്. ചുരുക്കി പറഞ്ഞാൽ, ആരും അറിയാതെ ഒരു മന്ത്രവാദിയെ വീട്ടിൽ വിളിപ്പിച്ച് അവർ ലക്ഷണം വെപ്പിച്ചു നോക്കി. ഞാൻ ആ കഥയങ്ങ് ഉപസംഹരിക്കട്ടെ. ഇന്ന് ആ കുടുംബം വിശ്വാസത്തിലില്ല. ഞാൻ എന്തിനാണ് ഈ സംഭവം ആമുഖത്തിൽ പറഞ്ഞതെന്നറിയാമോ? ഒരു വിടുതലല്ലേ ഇദ്ദേഹത്തെ രക്ഷയിലേക്ക് നയിച്ചതാന്നു. എന്നാൽ മറ്റൊരു പ്രതികൂലം ഈ കുടുംബത്തെ തകർത്ത് കളഞ്ഞു. ഒരു വസ്തുത ഓർക്കുക, വിശ്വാസത്തിന് വേണ്ടി ചുവട് വെച്ച് ഇറങ്ങുന്ന പ്രിയപ്പെട്ടവരിൽ ആദ്യം കാണുന്ന ചില ദൈവിക വിടുതലുകൾ മരണം വരെ പിന്തുടരും എന്ന് വിചാരിക്കരുത്. എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് പറയുന്ന ചില കറുത്ത ദിവസങ്ങൾ കൺമുൻപിൽ വരും. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചില പോരാട്ടങ്ങൾ ജീവിതത്തിൽ ഉയരും. ആ സമയം പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അനുഭവങ്ങളിൽ ഉറച്ചാൽ പോരാ, വചനത്തിൽ ഉറയ്ക്കണം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, അനുഭവത്തിൽ മാത്രം ഉറച്ച് വിശ്വാസത്തിൽ നിൽക്കാമെന്ന് ആഗ്രഹിച്ചാൽ അടുത്ത കൈപ്പേറിയ അനുഭവം നിന്നെ വിശ്വാസത്തിൽ നിന്ന് തകർത്ത് കളയും കൂടെ പിറപ്പേ. എന്നാൽ ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എന്റെ ശ്വാസം അസ്തമിക്കുന്നത് വരെ ഞാൻ ഈ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ഒരാൾ ഇതിനകത്തുണ്ടോ? നീ അനുഭവത്തിൽ ഉറയ്ക്കുന്നതിനേക്കാൾ വചനത്തിൽ ഉറയ്ക്കൂ. ദൈവം മാനിക്കാതിരിക്കുകയില്ല. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 9-ാം വാക്യവും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. മത്തായി സുവിശേഷം
6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 9-ാം വാക്യവും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെയാകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. മതിയല്ലോ. വളരെ പ്രാർത്ഥനാപൂർവം ഇന്ന് രാത്രിയിൽ അല്പ മിനിറ്റുകൾ നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു വഴിമരുന്നിടത്തക്ക വിധം ഞാൻ നിങ്ങളെ തിരുവെഴുത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ കേവലം അനുഭവത്തിലല്ല ഉറയ്ക്കേണ്ടത്, ദൈവത്തിന്റെ വചനത്തിൽ ഉറയ്ക്കുക. വിശുദ്ധ വേദപുസ്തകത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു ഭാഗം, ഈ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ ബൈബിളിൽ മറ്റെങ്ങുമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം പഴയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് യഹൂദന് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു മലയും ഒരു വ്യക്തിയുമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പഴയ നിയമത്തിലെ ആ മല സീനായി മലയും, പഴയ നിയമത്തിലെ ആ വ്യക്തി പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായ മോശയുമാണെങ്കിൽ, പുതിയ നിയമത്തിലെ ആ മല കാൽവറി മലയും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവുമാണ്. പഴയ നിയമത്തിലെ ആ മലയിൽ പ്രപഞ്ച ചക്രവർത്തിയായ മഹാദൈവം ഇറങ്ങുകയാണ്. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം മഹാദൈവം പർവ്വതത്തിന് മുകളിലേക്ക് ഇറങ്ങുമ്പോൾ പർവ്വതം ആലല പോലെ വിറയ്ക്കുന്നു. പർവ്വതത്തിന് മുകളിൽ പ്രപഞ്ച സൃഷ്ടിതാവായ മഹാദൈവത്തിന്റെ സാന്നിധ്യം അക്ഷരാർത്ഥത്തിൽ ലിറ്ററലായി ഇറങ്ങുകയാണ്. എന്നിട്ട് കൽപ്പലകകളിൽ കർത്തൃകരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ദാസൻ ഏറ്റുവാങ്ങുകയാണ് ഇവിടെ. എന്നാൽ കഴിഞ്ഞ 1.5 സഹസ്രാബ്ദമായി ഈ കൽപ്പനകൾ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് കൽപ്പനകളെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ ഈ ജനം പ്രമാണം വിട്ടകന്ന് വ്യവസ്ഥകളെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞപ്പോൾ കൽപ്പന സീനായി കൊടുമുടിയിൽ അഗ്നിവിരലുകൾ കൊണ്ട് കൽപ്പലകയിൽ എഴുതി നൽകിയത് ആരോ അവൻ തന്നെ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട് ഈ ഭൂമിയിൽ ജന്മം കൊണ്ട് ഒരു പർവ്വതത്തിന് മുകളിലേക്ക് കയറിയിരുന്ന് ദൈവരാജ്യത്തിന്റെ മാഗ്ന കാർട്ട, നിത്യതയുടെ പ്രവേശന യോഗ്യതകൾ ആ തലമുറയ്ക്ക് നൽകിക്കൊടുക്കുന്നതാണ് ഗിരിപ്രഭാഷണം, അർത്ഥാൽ ചരിത്ര പ്രസിദ്ധമായ ഗിരിഗീത. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തെ ലോകത്തിലെ ഉന്നതന്മാർ മാറോട് അടുക്കിപ്പിടിക്കാൻ അടിസ്ഥാനപരമായ കാരണം എന്തായിരുന്നു? നിങ്ങൾ അറിയും, മോട്ടിലാൽ നെഹ്റു, രാജാറാം മോഹൻ റായ്, സ്വാമി വിവേകാനന്ദൻ, ഇവരൊക്കെ വേദപുസ്തകത്തിന്റെ ഉപാസകന്മാരായിരുന്നു. എന്തുകൊണ്ടാണ് മോട്ടിലാൽ നെഹ്റുവും വിവേകാനന്ദനും ഒക്കെ ബൈബിളിനെ പ്രണയിച്ചത്? ഇത് ന്യായപ്രമാണത്തിലെ 10 കൽപ്പനയോടുള്ള പ്രിയം നിമിത്തമല്ല, പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലെ കടുകട്ടിയായ സഭയുടെ ഉപദേശക്രമങ്ങൾ സംബന്ധിച്ചുള്ള ബോധ്യം നിമിത്തമല്ല. ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ശൈലിയിൽ യേശു പഠിപ്പിച്ച തന്റെ ദിവ്യമായ പഠിപ്പിക്കലിന്റെ പശ്ചാത്തലത്തിലാണ് ലോകത്തിലെ ഉന്നതന്മാർ ബൈബിളിനെ നെഞ്ചോടടുക്കി പിടിച്ചത്. നിങ്ങൾക്കറിയാമോ, ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ കാലങ്ങളൊക്കെ മാറി. പണ്ട് കോന്നിയിൽ ഒരു അച്ചായൻ
ഒരു സുവിശേഷ യോഗം കേൾക്കാൻ പോയി. കൊച്ചു കുഞ്ഞുപദേശിയ പ്രസംഗം കേട്ടേച്ച് രാത്രി വന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങി. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പുള്ളി പോയി കുറച്ച് ചുമട്ടുകാരെയും 1-2 ആശാരികളെയും ഒക്കെ വിളിച്ചോണ്ട് വന്നു. മേക്കൂര ഓടെല്ലാം അഴിച്ച് താഴെ ഇറക്കി, തടിയൊക്കെ ആശാരിമാരെ കൊണ്ട് തല്ലി ഊരി താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഇന്നലെ ഉപദേശിയുടെ യോഗത്തിന് പോകുന്നത് വരെ ഈ മനുഷ്യന് മാനസിക പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഉപദേശിയുടെ യോഗം കഴിഞ്ഞതോടെ സമനില തെറ്റിപ്പോയി. അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ സമനില തെറ്റിയതല്ല, കോന്നി വനത്തിൽ നിന്ന് കള്ളത്തടി വെട്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഈ പെരയുടെ മേക്കൂര. ഇന്നലെ യോഗത്തിന് പോകുന്നത് വരെ കണക്ക് കൊടുക്കേണ്ടി വരികയല്ലെന്നാ ഓർത്തെ. യോഗം കേട്ടപ്പോ മനസ്സിലായി ഇത് മുഴുവൻ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരുന്നെന്ന്. അവിടെ ചെന്ന് കണക്ക് കൊടുക്കുന്നതിന് മുമ്പേ ഇവിടെ ഏൽപ്പിച്ചേച്ച് പോകാമെന്ന് വെച്ചാണ് ഇതും കൊണ്ട് കോന്നി ഫോറസ്റ്റ് സ്റ്റേഷന്റെ മുൻപിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. ഇങ്ങനെ വല്ല മാറ്റവും നമുക്കുണ്ടാകാറുണ്ടോ? നമ്മുടെ ഒരു കൊച്ചു കൂട്ടായ്മയെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇന്നത്തെ ആത്മീയ ലോകത്തിൽ എത്ര മാറ്റം ഉണ്ടാകാറുണ്ട്. പിന്നെ ശവത്തിന്റെ മുകളിൽ ആന കയറി നിന്നാലും വേദന അറിയാൻ സാധ്യതയില്ല. നമ്മുടെ വ്യക്തി ജീവിതത്തെ വചനം മുറിപ്പെടുത്തിക്കൊണ്ട് അനുതാപത്തിലേക്ക് നയിച്ച് നമ്മുടെ കടക്കണ്ണുകൾ നനഞ്ഞാൽ സ്വർഗം അംഗീകരിക്കുക മാത്രമല്ല, അവിടുത്തെ രക്തത്തിന്റെ മുദ്ര നമ്മുടെ മേൽ പതിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഗിരിപ്രഭാഷണം രൂപപ്പെടുത്തണം. കാലിൽ കിടക്കുന്ന ചെരിപ്പൂരി ചെന്നിക്ക് തല്ലിയ മദമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന മഹാത്മാഗാന്ധി അങ്ങേ പറയാൻ പ്രേരിപ്പിച്ച ഘടകമേതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. ഇടത്തെ ചെകിട്ടത്തടിക്കുന്നവന് വലത്തേത് കാണിച്ചു കൊടുക്കണം എന്ന വാക്ക് ഗാന്ധിജിയെ സ്വാധീനിച്ചു. സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണം കൈകളിൽ വന്നാൽ ഏത് നിയമസംഹിതയായിരിക്കും അങ്ങയ്ക്ക് നിയമനിർമ്മാണത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ മഹാത്മജി പറഞ്ഞ മറുപടി മത്തായി സുവിശേഷം 5, 6, 7 അധ്യായമായിരിക്കുമെന്ന. അങ്ങനെയാണെങ്കിൽ ഈ ജീവന്റെ വചനം നമുക്ക് ഗ്രഹിക്കാൻ ദൈവം നമ്മുടെ കണ്ണ് തുറക്കുന്നത് ഓർത്ത് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇതിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായം മതപരമായ 3 ചടങ്ങുകളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ ചടങ്ങ് അതിന്റെ 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ. 2-ാമത്തെ ചടങ്ങ് 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. 3-ാമത്തെ ചടങ്ങ് അതേ അധ്യായത്തിൽ തന്നെ 16-ാം വാക്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. ശ്രദ്ധിക്കൂ, 1 ഭിക്ഷ കൊടുപ്പ്, 2 പ്രാർത്ഥന, 3 ഉപവാസം. ഇത് 3ഉം മതത്തിന്റെ പ്രധാനപ്പെട്ട 3 ചടങ്ങുകളാണ്. ഇതിൽ ആത്യന്തികമായി പരീശ സമൂഹം ഇത് ചെയ്തത് മറ്റുള്ളവർക്ക് വിളങ്ങാൻ വേണ്ടിയാണ്. ഒരിക്കൽ ഒരച്ചായൻ സഭാ ഹാളിൽ പാസ്റ്റർ പറഞ്ഞു, എല്ലാ പണിയും പൂർത്തിയായി, ഫാൻ മാത്രം വാഗ്ദാനം കിട്ടിയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരാൾ പറഞ്ഞു, ഞാൻ തരാം ഫാൻ, എല്ലാ ഹോൾഡറയിലും ഫാൻ ഞാൻ തരാം. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. എന്തായാലും വേണ്ടില്ല, ജനം വന്നു. ഹോൾ ഉദ്ഘാടന ദിവസം ഫാൻ അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുക. അച്ചായന് മനസ്സിലായി, അന്നൊരു കണ്ടീഷൻ പറഞ്ഞാണ് ഫാൻ വാങ്ങിച്ചു കൊടുത്തത്. ഈ ഫാന്റെ ചുവട്ടിലെ മൊന്തയുണ്ടല്ലോ, മൊന്ത, അവത്തേൽ ഡൊണേറ്റഡ് ബൈ എന്ന് പറഞ്ഞ് തന്റെ പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പേരെഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഫാൻ സ്പീഡിൽ കറങ്ങിയപ്പോ ഒരു കാര്യം മനസ്സിലായി, ഇത് ആൾക്കാർക്ക് കാണത്തില്ല. അപ്പോൾ ഉദ്ഘാടന സമയം ജനം ഹോളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ ഓടിച്ചെന്ന് ഉപദേശിയോട് പറഞ്ഞു, അല്പസമയത്തേക്ക് ഫാൻ ഓഫ് ചെയ്തിടണം. മനസ്സിലായോ? ആത്യന്തിക ലക്ഷ്യം എന്താ? മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഭിക്ഷ കൊടുപ്പ്, നമ്മുടെ ആത്മീയ സേവനങ്ങൾ
മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിനാണെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലം ഇല്ല. എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ എൻ്റെ ആത്മീയ പ്രവർത്തികൾ പ്രദർശിപ്പിക്കപ്പെടാതെ, എൻ്റെ ആത്മീയ പ്രവർത്തികൾ ദൈവ മുൻപാകെ മാത്രം പ്രദർശിപ്പിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിന്റെ നിഷ്കളങ്കമായ സേവനത്തിന് നിത്യത പ്രതിഫലം നൽകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന, നമ്മൾ ഈ ദിവസങ്ങൾ തുടർച്ചയായി ഏർപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥന. എന്താണ് പ്രാർത്ഥന? അടുത്ത ദിവസവും ഞാൻ നിങ്ങളോടൊപ്പം ലൈവിൽ ഉണ്ടല്ലോ, ശ്രദ്ധിക്കുക. എന്താണ് പ്രാർത്ഥന? ഈ മലയാള പദം വിഭജിച്ചെഴുതിയാൽ അർത്ഥം കൂടും. മരണം കേൾക്കുമ്പോൾ പെട്ടെന്ന് കേട്ടു മറക്കുമെങ്കിലും മാ അധികം രണം സമം മരണം, മാ തീരുക രണം യുദ്ധം, മരണം യുദ്ധം തീരുക. എങ്ങനെയുണ്ട്? അതിനകത്ത് വലിയ അർത്ഥമുണ്ട്. നമ്മളൊക്കെ പറയാറില്ലേ വേദന വേദന. ഒരു ദിവസം എത്ര വട്ടം പറയും നമ്മൾ വേദനയെന്ന്? എന്നാൽ നിങ്ങൾക്കറിയാമോ, അത് പിരിച്ചെഴുതിയാൽ അർത്ഥം വ്യക്തം. വേദന, വേദ അധികം ന സമം വേദന, അത് സംസ്കൃത പ്രയോഗമാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. സംസ്കൃതത്തിൽ ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. വേദം അധികം ന സമം വേദന, അറിവില്ല എന്ന അർത്ഥം. മനസ്സിലായോ? എന്തോത്തിനാ വേദന എന്ന് ചോദിച്ചാൽ ആ വിഷയത്തെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതുപോലെ പ്രാർത്ഥന, പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന. എന്താ പ്രഹഷേണ? പ്രത്യേകതയുള്ള, അർത്ഥന അപേക്ഷ, പ്രത്യേകതയുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. ഈ ലൈവിൽ എന്നോടൊപ്പം ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിൽ ഒന്ന് കുറിക്കണം. പ്രത്യേകതയുള്ള അർത്ഥന അപേക്ഷയാണ് പ്രാർത്ഥന. പക്ഷെ ഈ പ്രാർത്ഥന എങ്ങനെയാകരുത് എന്ന് പഠിപ്പിച്ചിട്ടാണ് എങ്ങനെയാകണം എന്ന് കർത്താവ് പഠിപ്പിച്ചത്. എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് മനസ്സിലാക്കുന്നത്. ഒരു വിഷയത്തിന്റെ മറുവശം മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ അതേ ഉൽപാദനക്ഷമമായ വശം മനസ്സിലാക്കാൻ. എങ്ങനെ പ്രാർത്ഥനയാകരുത്? എങ്ങനെയാകരുത് പറയാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചേ 5-ാമത്തെ വാക്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഈ ലൈവിൽ എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ടവർ ഒന്ന് ഉച്ചരിച്ചാൽ നന്നായിരിക്കും. എങ്ങനെ ആകരുത് പ്രാർത്ഥന? കപടഭക്തിക്കാരനെ പോലെ പ്രാർത്ഥിക്കരുത്. എന്താ പ്രാർത്ഥനയിൽ കപടഭക്തി? പറയാം. കപടഭക്തി എന്ന വാക്ക് മൂലഭാഷയിൽ നിന്നെടുത്താൽ അഭിനേതാവ്, അഭിനയം, നടൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു ഫിലിമാക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചെന്നിരിക്കട്ടെ. ഓരോരോ അഭിനേതാക്കളെ വേണം. യൂദ ഇസ്കരിയോത്തായെ വേണം, യോഹന്നാൻ സ്നാപകനെ വേണം, സാക്ഷാൽ യേശു ക്രിസ്തുവിനെ വേണം. ഇതിൽ പലയിടത്ത് തപ്പിയിട്ടും യോഹന്നാൻ സ്നാപകനെ കിട്ടുന്നില്ലെന്ന് വിചാരിക്കുക. കാരണം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വിശുദ്ധൻ, അസാധാരണ മുഖപ്രഭ വേണം. അവസാനം ഒരു ഹോളിവുഡ് നടനുമായി ഞാൻ കോൾ ഷീറ്റ് ഒപ്പുവെച്ചു. അദ്ദേഹം വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു, യോഹന്നാൻ സ്നാപകന്റെ റോൾ അങ്ങോട്ട് അഭിനയിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അതാണ് അഭിനയം. കണ്ടു നിന്നവർ കരഞ്ഞുപോയി. ആ കഴുത്ത് വെട്ടാൻ തുടങ്ങുന്ന രംഗം, ആ മുഖഭാവമൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിച്ചു. അഭിനയമെല്ലാം കഴിഞ്ഞ് കാശ് വാങ്ങിച്ച് പുള്ളി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ ഞാൻ ചിന്തിക്കാന്നിരിക്കട്ടെ, ഏതായാലും ഇത് അസാധാരണ വിശുദ്ധരാകാൻ ആ സാധ്യത, ആ മുഖത്തെ ആ പവിത്രതയൊക്കെ ഒന്ന് പ്രതിബിംബിച്ച് നിൽക്കുന്നത് കാണേണ്ടത് തന്നെയാണ്. പിള്ളേരുടെ ഭാഷയിൽ അടിപൊളി. ഇദ്ദേഹത്തിന്റെ പുറകെ കൂടി വീട്ടിൽ ചെന്ന് ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. ഞാൻ ഹോളിവുഡ് നടന്റെ വീട്ടിൽ ചെന്ന് ജീവിതത്തെ കുറിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾ ഹോളിവുഡ് നടനാണെങ്കിൽ 5-ാമത്തെ ഭാര്യയുടെ 6-ാമത്തെ ഭർത്താവായിരിക്കും. പറഞ്ഞ് മനസ്സിലായോ? 1.5 മണിക്കൂറത്തെ വേദിയിലെ അഭിനയത്തിൽ സദസ്സിന്റെ കണ്ണ് നനയ്ക്കാം. എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ അധർമ്മികത കൊടികുത്തു വാഴുകയായിരിക്കാം.
ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്വകാര്യ ജീവിതം കൊണ്ട് മറ്റൊരു തലത്തിലായതിനു ശേഷം ആത്മീയതകളുടെ നാടകാഭിനയത്തിൽ നടത്തുന്ന വാക്ചാതുര്യത്തിന്റെ മണിപ്രവാള പ്രയോഗമല്ല പ്രാർത്ഥന. ഞാൻ ആ ഭാഷ ഒന്നുകൂടെ പറയട്ടെ. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഉടനെ തടിയലെ വെടി പോലെ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവരും ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ള അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത എന്നും പറഞ്ഞ് അങ്ങോട്ട് നെല്ലിക്കാച്ചാക്കിന്റെ കുത്തഴിച്ചു വിടുന്നത് പോലെ തുടങ്ങിയാൽ, മക്കളെ മക്കളെ നിർത്തണേ നിർത്തണേ, ഞാൻ ഡിക്ഷണറി ഒന്ന് നോക്കിക്കോട്ടേടാന്ന് തമ്പുരാൻ പോലും പറയത്തക്ക വിധത്തിൽ വാക്യം ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാലും അത് ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്ന പോക്കേ പോകൂ, ഇരിക്കുന്ന കൂരയുടെ മുകളിലോട്ട് പോകില്ല. പ്രാർത്ഥനയ്ക്ക് ചാതുര്യമല്ല വലുത്, പ്രാർത്ഥനയ്ക്ക് നിഷ്കളങ്കതയാണ് വലുത്. ഇരിക്കുന്ന ഇരിപ്പിലിരിക്കുന്ന പ്രാർത്ഥന ദൈവസിംഹാസനത്തിൽ എത്തണമെങ്കിൽ അടിയപ്പെടുന്നത് ഭക്തന്റെ സത്യസന്ധതയും നിഷ്കളങ്കതയുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം? വളരെ ശ്രദ്ധിച്ച് ഗ്രഹിക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ നിന്ന് പതിയണം. പ്രാർത്ഥനയ്ക്ക് കർത്താവ് അവതരിപ്പിച്ചത് മനോഹരമായ ഒരു ഫ്രെയിമിലാണ്. പ്രാർത്ഥനയ്ക്ക് ഒരു ആമുഖമുണ്ട്, സ്വർഗസ്ഥ രാജ്യങ്ങളുടെ പിതാവേ. പ്രാർത്ഥനയ്ക്ക് ഒരു ഉപസംഹാരമുണ്ട്, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളത് തന്നെ ആമേൻ. ഇനി ഇതിനകത്ത് പ്രാർത്ഥനയ്ക്ക് 7 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. 1, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. 2, നിന്റെ രാജ്യം വരണം. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. 4, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. 5, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. 6, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്. 7, ഞങ്ങളെ ദുഷ്ടങ്കിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. അപ്പോൾ 7 പ്രാർത്ഥനാ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ആദ്യത്തെ 3 പ്രാർത്ഥനാ വിഷയം നിന്റെ നിന്റെ നിന്റെ. ഒടുവിലത്തെ 4 പ്രാർത്ഥനാ വിഷയം ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. നിങ്ങൾ കേട്ടോ പ്രാർത്ഥനയ്ക്കകത്തെ വിഭജനം? ശ്രദ്ധിച്ചോ? ആദ്യത്തെ ഭാഗം നിന്റെ നിന്റെ നിന്റെ, ഒടുവിലത്തെ ഭാഗം ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. അതിന്റെ അർത്ഥം എന്നാണെന്ന് അറിയാമോ? പ്രാർത്ഥനയ്ക്ക് 2 ഉൾപ്പിരിവുകളുണ്ട്. അംഗീകരിച്ചാലും അവഗണിച്ചാലും അടിവരയിട്ട് കേൾക്കുക. പ്രാർത്ഥനയ്ക്ക് 2 ഉൾപ്പിരിവുകളുണ്ട്. 1, നിന്റെ നിന്റെ നിന്റെ. 2, ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. അതിന്റെ അർത്ഥം ചുരുക്കി ഞാൻ പറയാം. നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. 2, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം. ഞാൻ ചോദിക്കട്ടെ, ക്രൂശിൽ എത്ര തടിക്കഷണങ്ങൾ ഉണ്ടായിരുന്നു? 2 തടിക്കഷണം. ആ തടിക്കഷണത്തിന്റെ സ്വഭാവം അറിയാമോ? 1 തിരച്ചീനം, മറ്റൊന്ന് ലംബം. തിരച്ചീനമായി നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിങ്ങളെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കും. ഉയരത്തിലേക്ക് ചൂണ്ടി നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. ഇത് തന്നെയാണ് പ്രാർത്ഥന. ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം. ഞാൻ ഇന്ന് രാത്രി പറയാം, നീയും നിന്റെ ദൈവവും തമ്മിലുള്ള മുകളിലേക്കുള്ള ബന്ധം തകർന്നാൽ, നീയും നിന്റെ രക്തവും തമ്മിലുള്ള വശത്തേക്കുള്ള ബന്ധം തകരും. നിങ്ങൾ ഇനിയും വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുണ്ട്. ഏത് രാഗമാണെന്നറിയാമോ? സപ്തരാഗം. സരിഗമ പധനി, സപ്തരാഗം. സകല പാപങ്ങൾക്കും ഒരു തന്തപ്പാപമുണ്ട്, മൂലപാപമുണ്ട്. മനുഷ്യകുലത്തിൽ അത് ഏതരിലെ പാപം. ഞാനും നിങ്ങളും ഏതരിലെ പാപത്തിന്റെ ഫലത്തിന്റെ ജന്മം കൊണ്ടവരാ. എന്നാൽ ഈ പാപം 2 ബന്ധങ്ങളുടെ തകർച്ചയായിരുന്നു. ഏതൊക്കെ 2 ബന്ധങ്ങൾ? സർവശക്തനായ ദൈവത്തോട് വീഴ്ച പറ്റി ആദം പറഞ്ഞത്,
എന്താ? എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ, നീ തന്ന എന്ന് പറഞ്ഞാൽ സ്വന്തം ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുമ്പോൾ ആദം ആദ്യം ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചു. ഈ സ്ത്രീ രണ്ട് സ്വന്തം രക്തത്തോടുള്ള ബന്ധം വിച്ഛേദിച്ചു. രണ്ട് ബന്ധം ഏദനിൽ തകർന്നു. നിങ്ങൾക്കറിയാമോ ആദ്യത്തെ പാപപരിഹാര മാർഗം എന്തായിരുന്നെന്ന്? സീനായി കൊടുമുടിയിലെ 10 കൽപ്പന. എത്ര കൽപ്പലകയിലാ 10 കൽപ്പന കൊടുത്തത്? 2 കൽപ്പലകയിൽ. എന്നാ ഒരു കൽപ്പലകയുടെ 2 വശത്തും കൊടുക്കാഞ്ഞേ? അർത്ഥമറിയണം. ഏദനിൽ 2 ബന്ധങ്ങൾ തകർന്ന് പാപം തുടങ്ങി. സീനായിൽ 2 കൽപ്പലകകളിൽ 2 ബന്ധങ്ങൾ ഏകീകരിക്കാൻ പ്രമാണം എഴുതി. നിങ്ങൾക്കറിയാമോ, ഒന്നാമത്തെ കൽപ്പലകയിൽ തമ്മിൽ പാലിക്കേണ്ടതല്ല, ദൈവത്തോട് പാലിക്കേണ്ടത് മാത്രമാണ്. രണ്ടാമത്തെ കൽപ്പലകയിൽ ദൈവത്തോട് പാലിക്കേണ്ടതല്ല, രക്തത്തോട് പാലിക്കേണ്ടത് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഏദനിലെ തകർച്ച സീനായിലെ കൽപ്പലകയാൽ യോജിപ്പിക്കുകയാണ്. ഇനി നോക്കുക യേശുക്രിസ്തുവിന്റെ ക്രൂശിലേക്ക്. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് പിളർക്കപ്പെട്ടവനായി യേശു ഗോൽഗോത്തയിലേക്ക് അടുക്കുന്നു. അടിച്ച് തകർത്ത പുറം മരത്തോട് ഉരയുമ്പോൾ ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന് അവിടുന്ന് ഗോൽഗോത്തയിലേക്ക് അടുക്കുമ്പോൾ, ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസ കിറുകിറപ്പറയുന്ന അടിയേറ്റ് തകർന്ന പുറത്ത് മരം ഉരയുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. മനുഷ്യവർഗത്തെ ക്രൂശ് ദൈവത്തോട് നിരപ്പിക്കുന്നു. ക്രൂശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് പെറ്റ തള്ളയെ കണ്ടിട്ട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ക്രൂശ് ചെയ്ത രണ്ടാമത്തെ കർമ്മം ഏദന്റെ പാപപരിഹാരം ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, ദൈവത്തോട് മനുഷ്യവർഗത്തെ നിരപ്പിച്ച ക്രിസ്തു മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്നു. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തവരാണോ? ദൈവത്തോടുള്ള ബന്ധവും രക്തത്തോടുള്ള ബന്ധവും അവഗണിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന എന്റെ സഹോദര പ്രഹസനമാണ്. നിന്റെ ജീവിത പങ്കാളി നീ നിമിത്തം കരയേണ്ടി വരികയാണോ? നിന്റെ മാതാപിതാക്കൾ നീ നിമിത്തം ഇടനെഞ്ചു പൊട്ടി നെടുവീർപ്പിടുന്നുണ്ടോ? മറ്റാരോടും തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ മുറിവേറ്റ നിന്റെ പങ്കാളി കവിൾത്തടങ്ങളിൽ കണ്ണുനീരൊഴുക്കി തലവണമൊത്തി കരയുകയാണോ? ആ കരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മടക്കി കുത്തി പ്രാർത്ഥനയിലിരിക്കുന്ന നിന്റെ പുറകിൽ വ്യാപരിക്കുന്നത് ദൈവാനുഗ്രഹമല്ല, സാത്താന്യ ബന്ധനമാണ്. ഇന്ന് രാത്രി നമുക്ക് ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് അടുത്ത് ചെന്നിട്ട്, കർത്താവെ, ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എന്റെ രക്തവും തമ്മിലുള്ള ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്രമീകരിപ്പാൻ ഞാൻ എന്നെ തരുന്നെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. ആ കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്തൃസന്നദ്ധിയിൽ ആത്മാർത്ഥതയോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. പരിശുദ്ധാത്മാവ് ഈ പാൻഡമിക് പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. സർവശക്തന്റെ കണ്ണുകൾ ചുറ്റിത്തിരിയുന്നു. നിങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ നിങ്ങളെ അറിയാവുന്ന യേശു വന്നിട്ടുണ്ട്. ഈ രാത്രി പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ സ്വയം ചോദിക്കാം, നിങ്ങളും നിങ്ങളുടെ ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെ? നിങ്ങൾ നിങ്ങളുടെ രക്തവും തമ്മിലുള്ള ബന്ധം എങ്ങനെ? വ്യക്തിബന്ധങ്ങളിൽ മുറിവേറ്റതിന് ശേഷം ആത്മീയ വിഷയത്തിൽ ഉയർത്തുന്ന പ്രകടനങ്ങൾ പ്രഹസനമാണ്. എന്നെ കഴുകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് നടുവിൽ
നിയമരക്തത്തിന്റെ തുള്ളികൾ നിങ്ങളുടെ മേൽ തൊടുന്ന രാത്രിയായിരിക്കും. ഞാൻ ആത്മാവിൽ കാണുന്നു, യെശയ്യാവിന്റെ ദർശനത്തിന് മുൻപിൽ അനുദപിക്കുന്ന യെശയ്യാവിന്റെ അധരങ്ങളെ തൊടാൻ കൊടിൽക്കട്ടകൾ കനലിലെടുത്തുകൊണ്ട് കൊടിലിൽ കനൽക്കട്ട കൈകൾ എടുത്തുകൊണ്ട് ദൂതൻ പറന്നിറങ്ങിയതുപോലെ ചർച്ചിന്റെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ചില വീടുകൾക്ക് നടുവിൽ പ്രാർത്ഥന ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ചില നാവുകളുടെ മേൽ അഗ്നിസ്പർശനം വ്യാപരിക്കുന്ന ഒരു രാത്രിയായി ഈ രാത്രി തീരും. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ, ഈ സദസ്സിനെ നിങ്ങൾ കൈമാറുകയാണ്. ഞങ്ങളുടെ മേൽ ഇന്ന് രാത്രി നാവിന്മേൽ അഗ്നിസ്പർശനം സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിപ്പാൻ ഈ രാത്രി ദൈവശക്തിക്കായി ഈ സദസ്സിനെ കൈമാറുകയാണ്. കൈയേറ്റത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. അതെ, ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ സന്ദേശം മനസാക്ഷിയുടെ കോടതിയിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കുക, ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സജ്ജമാക്കുക. അല്ലാത്ത പ്രാർത്ഥന ഇരിക്കുന്ന കൂരയ്ക്ക് മുകളിലേക്ക് ഉയരില്ല എന്ന ബോധ്യത്തോടെ നമുക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധന്റെ പ്രാർത്ഥന ക്രമീകരിക്കപ്പെട്ടാൽ നിന്റെ പ്രാർത്ഥനാ വിഷയം ഒരു കരിമരുന്നായി മാറും. അതിന്മേൽ പ്രാർത്ഥന കഴിയും മുൻപ് ആത്മാവിന്റെ അഗ്നി തൊട്ടാൽ അത്ഭുതത്തിന്റെ പൊട്ടിത്തെറിയുണ്ടാകും. അടിവരയിട്ട് എഴുതി വെച്ചുകൊള്ളുക, വിശുദ്ധീകരണത്തിലൂടെ നിന്റെ പ്രാർത്ഥനാ വിഷയം ഒരു കരിമരുന്നായി മാറും. ആത്മാവിന്റെ അഗ്നി അതിന്മേൽ തൊട്ടാൽ അത്ഭുതത്തിന്റെ സ്ഫോടനമുണ്ടാകും. പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.